ഹലോ, കയ്പ്പക്കുപ്പേരി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നേ പറയുള്ളൂ അല്ലേ. കാരണം കയ്പ്പക്കുപ്പേരി ആർക്കും അങ്ങനെ അത്ര ഇഷ്ടമുള്ള സംഭവമല്ല. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ കയ്പ്പക്കൻ്റെ പിന്നിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് കയ്പ്പക്കുപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അലർജിയായിരുന്നു. കയ്പ്പക്കുപ്പേരി ആണെങ്കിൽ ഞാൻ അന്ന് ചോറേ തിന്നൂലായിരുന്നു കേട്ടോ. പൊതുവേ എല്ലാവരും കുട്ടിക്കാലത്ത് അങ്ങനെ ഉപ്പേരികളൊന്നും കൂട്ടാത്തവരായിരിക്കില്ലേ. ആ ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു ഞാൻ കേട്ടോ. ഒരുവിധ ഉപ്പേരികളൊന്നും കൂട്ടിയായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ ഉപ്പേരി കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലത്തെ ഒരാൾ ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ആ പറ്റിപ്പിൽ കുറേയൊക്കെ ഞാൻ വീണിട്ടുമുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ മൂത്താപ്പാക്കാണെങ്കിൽ കയ്പ്പക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പച്ചക്കറി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കയ്പ്പക്ക എന്തായാലും മൂപ്പറ കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കയ്പ്പക്ക മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഉപ്പേരിയായിരുന്നു കേട്ടോ. കയ്പ്പക്ക ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ മൂത്താപ്പ എന്നോട് പറയും, ഉപ്പേരി കഴിക്കും മോളെ, നല്ല ഗ്ലാമർ ഉണ്ടാവും, പെൺകുട്ടിയല്ലേ നല്ല ഗ്ലാമർ വെക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കൂട്ടോ. അപ്പോൾ ആ പറച്ചലിൽ ഞാൻ ആ ഉപ്പേരി തിന്നും ചെയ്യൂട്ടോ. കയ്പ്പാണെങ്കിലും വേണ്ടില്ല, ഗ്ലാമർ അല്ലേ വെക്കണത് പറഞ്ഞിട്ട് ഞാൻ ആ ഉപ്പേരി ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരും കേട്ടോ. എന്നും ഞാൻ കയ്പ്പൊക്കെ വെക്കുമ്പോൾ ആ ഒരു കാര്യം എപ്പോഴും എനിക്ക് ഓർമ്മ വരും കേട്ടോ. ഇപ്പം എൻ്റെ മൂത്താപ്പല്ല ഞങ്ങളുടെ കൂടെ. അതൊക്കെ പോട്ടെ, ഞാൻ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിച്ചോ. അപ്പോൾ നമ്മൾക്ക് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവർക്കും ഉപ്പേരി ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷെ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഞാനൊരു 8-10 ചെറിയുള്ളി നന്നായി കനല്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വെല്ലുള്ളി എടുക്കണവർക്ക് വെല്ലുള്ളി എടുക്കാം. ഞാൻ എന്നും പറയണതാണ്, വെല്ലുള്ളിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാൻ ചെറിയുള്ളിൻ്റെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കയ്പ്പക്ക ഉപ്പും മുളകും ഒരു തക്കാളിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉള്ളി നന്നായി തുമിച്ചതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഈ വേവിച്ച് വെച്ച കയ്പ്പക്ക അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ കയ്പ്പ് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് മുഴുവനായിട്ട് കയ്പ്പ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയ്പ്പക്ക എന്താ ടേസ്റ്റ് ഉള്ളത്? ആ ഒരു കയ്പ്പോട് കൂടി തന്നെ കയ്പ്പക്ക ഉപ്പേരി കഴിക്കണതല്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ ഒരു കയ്പ്പോട് കൂടി തന്നെ കയ്പ്പക്ക കഴിക്കാൻ. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബായ്.